ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലങ്ങളെ ഏകദേശം 2 വർഷത്തോളമായി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വേരിയൻ്റ് കൂടിയായിരുന്നു TVS iQube ST എന്നത്. കുറേ മുമ്പ് കമൻറ്റ് ബോക്സിലും പേഴ്സണലും ഒക്കെ ആയിട്ട് കുറേ പേര് പറഞ്ഞു കേട്ടു ഒരുപാട് പ്രതീക്ഷയ്ക്ക് നൽകുന്നൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് TVS iQube ST. ഇത് എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന്. അപ്പോൾ ഇനി എന്തായാലും അധികം കാത്തിരിക്കേണ്ടി വരില്ല. TVS iQube ST ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് 5 വേരിയൻറ്റുകളിലാണ് ലഭിക്കുക. ഓരോ വേരിയൻറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്പറുകളിലാണ് കൊടുത്തിട്ടുള്ളത്. TVS iQube 9, iQube 12, iQube S, iQube ST 12, iQube 17. ഈ 5 വേരിയൻറ്റുകളുടെയും ഡിസൈനിലും മോട്ടോർ പവറിലും യാതൊരു വ്യത്യാസങ്ങളും ഇല്ലെങ്കിലും ബാറ്ററി പാക്കിലും റേഞ്ചിലും ചാർജിങ് ടൈമിലും സ്മാർട്ട് ഫീച്ചേഴ്സിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് TVS iQube STയുടെ ഫസ്റ്റ് വേരിയൻ്റ് ആയിട്ടുള്ള iQube 9ൻ്റെ സ്പെക്സ് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2.2 കിലോവാട്ട് അവർ ബാറ്ററി പാക്കിൽ 3 കിലോവാട്ട് നോമിനൽ പവറും 4.4 കിലോവാട്ട് പീക്ക് പവറും വരുന്ന BLDC ഹബ് മൗണ്ടർ മോട്ടറാണ് ഉള്ളത്. ഇത് 5 വേരിയൻറ്റുകൾക്കും സെയിം മോട്ടോർ പവർ തന്നെയാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 75 km/h ആണ്. ഫുൾ വെയിറ്റ് വരുന്നത് 115 കിലോഗ്രാമും ബൂട്ട് സ്പേസ് 30 ലിറ്ററുമാണ് വരുന്നത്. 950 വാട്ട്സ് ചാർജറിൽ 2 മണിക്കൂർ കൊണ്ടാണ് വാഹനം ഫുൾ ചാർജിങ്ങിലേക്ക് എത്തുന്നത്. ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ മോഡിൽ 75 കിലോമീറ്ററും പവർ മോഡിൽ 60 കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് വാഹനത്തിന് കമ്പനി പറയുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ ഒരു പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 1,07,300 രൂപ എക്സ് ഷോറൂം പ്രൈസാണ് വാഹനത്തിന് വരുന്നത്. iQube 12 ആണ് അടുത്തൊരു വേരിയൻ്റ് എന്ന് പറയുന്നത്. 3.4 kWh ബാറ്ററി പാക്കാണ് ഇതിനകത്തും വരുന്നത്. ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ മോഡിൽ 100 കിലോമീറ്ററും പവർ മോഡിൽ 75 കിലോമീറ്ററും ട്രൂ റേഞ്ചാണ് കമ്പനി പറയുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു വേരിയൻറ്റിൻ്റെ ചാർജർ വരുന്നത് 650 വാട്ട്സ് ആണ്. ഇതിൽ 4 മണിക്കൂർ കൊണ്ടാണ് വാഹനം ഫുള്ളായിട്ട് ചാർജ് ആവുന്നത്. ആദ്യത്തെ വേരിയൻറ്റിനെ അപേക്ഷിച്ച് ഇതിൽ ചാർജിങ് വാട്ട്സ് വളരെ കുറവാണ്. 650 വാട്ട്സിൽ 4 മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജ് ആവുന്നത്. വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത് 32 ലിറ്ററാണ്. വാഹനത്തിൽ ഒരു കെർബ് വെയിറ്റ് വരുന്നത് 118.6 കിലോഗ്രാമാണ്. ടോപ്പ് സ്പീഡ് വരുന്നത് 78 km/h ആണ്. 3 കളറുകളിലാണ് വാഹനം ലഭിക്കുന്നത്. 1,36,700 രൂപയാണ് വാഹനത്തിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. മൂന്നാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള TVS iQube Sലും സെയിം kWh ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 3.4 kWh ബാറ്ററി പാക്കിൽ ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ മോഡിൽ 100 കിലോമീറ്ററും പവർ മോഡിൽ 75 കിലോമീറ്ററും ട്രൂ റേഞ്ചാണ് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ടോപ്പ് സ്പീഡ് വരുന്നത് 78 km/h ആണ്. ചാർജിങ് ടൈം വരുന്നതും iQube 12ൻ്റെ തന്നെ സെയിം ആണ്. 65 വാട്ട്സ് ചാർജറിൽ 4 മണിക്കൂർ കൊണ്ട് ആണ് ഫുൾ ചാർജ് ഈ ഒരു വാഹനം എത്തുന്നത്. ബൂട്ട് സ്പേസ് വരുന്നത് 32 ലിറ്ററാണ്. കർബ് വെയിറ്റ് വരുന്നത് 118.6 kg ആണ് വരുന്നത്. കൂടാതെ ഒട്ടേറെ സ്മാർട്ട് ഫീച്ചേഴ്സും ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. iQube ST 12 ആണ് ഇവരുടെ ഒരു 4ാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത്. 3.6 kWh ലിഥിയം അയൺ ബാറ്ററി പാക്കും ഈ ഒരു വേരിയൻറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വാഹനം ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ മോഡിൽ 100 കിലോമീറ്ററും ട്രൂ റേഞ്ചും പവർ മോഡിൽ 75 കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് വാഹനത്തിൽ ലഭിക്കുന്നത്. ടോപ്പ് സ്പീഡ് വരുന്നത് 78 km/h തന്നെയാണ്. ബൂട്ട് സ്പേസ് വരുന്നത് 32 ലിറ്ററും വാഹനത്തിൻ്റെ ഒരു കെർബ് വെയിറ്റ് വരുന്നത് 118 kg. പിന്നെ ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സും 7-inch ടച്ച് സ്ക്രീനും iQube ST 12 വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 1,55,500 എക്സ് ഷോറൂം പ്രൈസാണ്. ടോപ്പ് വേരിയൻ്റാണ് TVS iQube ST 17. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതികിടിലനാണ്. അതെന്തെല്ലാമാണ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വേരിയൻറ്റിൽ 5.1 kWh വലിയൊരു ബാറ്ററി പാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ ഇറങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ എല്ലാ ബാറ്ററിക്കാളിലും വലിയൊരു ബാറ്ററി പാക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്കൂട്ടർ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ മോഡിൽ 150 കിലോമീറ്റർ ട്രൂ റേഞ്ചും പവർ മോഡിൽ 110 കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്തത്. ഇത്രയും വലിയൊരു ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ 950 വാട്ട്സ് ചാർജറിൽ ഒരു തവണ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടുന്ന സമയം എന്നത് 4 മണിക്കൂറും 20 മിനിറ്റുമാണ്. മോട്ടോർ പവർ സെയിം ആണെങ്കിലും 82 km/h വരെ വാഹനത്തിന് ടോപ്പ് സ്പീഡ് വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് 32 ലിറ്ററും കർബ് വെയിറ്റ് വരുന്നത് 129.7 kg വരുന്നത്. വാഹനത്തിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 1,85,000 രൂപയാണ് വരുന്നത്. ഓൺ റോഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും 2 ലക്ഷത്തിന് മേലെ പോകുന്നതാണ്. ഇതിൽ 7-inch ടച്ച് സ്ക്രീനും ഒട്ടേറെ സ്മാർട്ട് ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു 7 വേരിയൻറ്റുകളും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അധികം വൈകാതെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.